ഒരു വിധത്തിലാണ് ഈ ചങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് കാട്ടിൽ തുറന്നിട്ട് ദിവസവും നിരീക്ഷിക്കാൻ നമ്മളെ കേരള സർക്കാർ ഒരു ബെൽറ്റും കെട്ടിവിട്ടു. തമിഴ്നാട് വനം വകുപ്പ് ദിവസവും നിരീക്ഷണം തുടങ്ങി. എന്നിട്ടുണ്ട് ഈ ചങ്ങനെ ഒരു സ്വര്യം തരുന്നു. ഡെയിലി പ്രശ്നം തന്നെ. കേരളത്തിന് സമാധാനം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ തമിഴ്നാട്ടിലെ കമ്പത്ത് ഈ ചങ്ങായി പ്രശ്നം തുടങ്ങി. This is a game which is gonna be a massive hit of the year. Welcome to Kampam Tennis. സംഭവത്തില് നമ്മുടെ വനമന്ത്രി പറഞ്ഞതാ ഇങ്ങനെ, സാറേ വല്ലാത്ത പ്രതിസന്ധി എന്നല്ല ഈ അരിക്കൊമ്പനെ കൊണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിരുകവിഞ്ഞ ആനസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആനപ്രേമികൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. വകുപ്പും തമിഴ്നാടിൻ്റെ വനം വകുപ്പും തമ്മിൽ നല്ല കോർഡിനേഷനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. കാരണം ഇപ്പോൾ ആനയുടെ നിൽക്കുന്ന ഒരു സ്ഥിതി വെച്ചാൽ ഇപ്പോൾ പൂർണ്ണമായും അത് തമിഴ്നാടിൻ്റെ അധീനത്തിൽപ്പെട്ട സ്ഥലത്താണ്. അവിടുത്തെ വന്യജീവിയെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. അതെ, എൻ്റെ ഈ സ്റ്റേഷനല്ല ഇങ്ങനെയൊക്കെ ഇതുവരെയുള്ളൂ. ഇതിന്റെ അപ്പുറത്ത് അണ്ടിപ്പുലിക്കാവ് സ്റ്റേഷനാ. ഞാനിത് ചെയ്യണം. ഞങ്ങളോട് കോടതി പറഞ്ഞിരിക്കുന്നത് ജനവാസ കേന്ദ്രത്തിലേക്ക് വരാതിരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കോളർ ഐഡിയും പിടിപ്പിച്ച് ദിവസവും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത്. ഞാൻ അടുക്കള വരെ പോണ എണ്ണ എടുത്ത് ഒഴിക്കണ്ടേ? എണ്ണ ഇവിടെ നില്ലടോ, അവൻ കെണിപ്പെട്ടോന്നേ നോക്കിയിട്ട് വരാം. അതിലൊന്നൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. എന്തായാലും ജനങ്ങൾക്ക് ഒരു ഉപദ്രവകാരിയായി മാറുന്ന ഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കും. ആരും പേടിക്കണ്ട, ഭയം വേണ്ട, ജാഗ്രത മതി എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഇനി അടുത്ത സംഭവം, നമ്മളെ കോൺഗ്രസിന്റെ പരിപാടിയിൽ രമേശ് ഏട്ടൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല അല്ലാട്ടാ, രമേശ് പിഷാര്. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. നിങ്ങൾ കേട്ടിനാ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വലിയ ദൂരവും സമയവും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സമയം വിലപ്പെട്ടതാണ് എന്ന് കരുതി വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും ഒറ്റ വാക്കിൽ നമസ്കാരം. ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ കയറിയും തിരക്കിലും ഒക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എന്താ എന്റെ ഉദ്ദേശം? തമാശ പറയാൻ തുടങ്ങി. എൻ്റെ ഒരു നല്ല തമാശ വരുന്നതിന് മുമ്പ് ആകാശത്തോടൊരു വിമാനം പറന്നുപോയി. ആൾക്കാരെല്ലാം പൊട്ടി ചിരിക്കാൻ തുടങ്ങി വിമാനം കണ്ടപ്പോൾ. ഞാൻ ഓർത്തു, ഇനി പണ്ട് വിമാനത്താവളത്തിനെതിരെ നടത്തിയ വല്ല സമരത്തെക്കുറിച്ച് ഓർത്തൊക്കെ ആയിരിക്കും ഇവർ ചിരിക്കുന്നത്. അല്ലാതെ എന്താണ് ഇപ്പോൾ വിമാനം കണ്ടാൽ ഇത്ര ചിരിക്കാനുള്ളത്? നോക്കിയപ്പോൾ അത് താണു പറക്കുന്ന വിമാനമാണ്. നോക്കുമ്പോൾ അതിൽ ഇൻഡിഗോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചേട്ടാ അപമാനിച്ചേ, ഞാൻ പോയിക്കോട്ടെ. ഇത് കണ്ട ഉടനെ ആൾക്കാർ പൊട്ടി ചിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പം ചിരിക്കണ്ട, ഞാനൊരു തമാശ പറയും, അപ്പം ചിരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്ന് കേട്ട ഉടനെ ഇവര് പിന്നെയും ചിരിക്കാൻ തുടങ്ങി. നമുക്ക് നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. ഇത് കണ്ട ഉടനെ ആൾക്കാർ പൊട്ടി ചിരിക്കുകയാണ്. എന്തായാലും പിഷാരടിന്റെ പ്രസംഗം അങ്ങ് വൈറലായി. മൂപ്പർക്കെതിരെ നല്ല ട്രോളും ഉണ്ട് കേട്ടോ.